സഹൃദയരെ കലാസ്നേഹികളെ ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നുകൊണ്ട് ടോക്സിക്കിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഗൈസ്, ടോക്സിക് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കാം എനിക്ക്. ഡിഫറെൻറ്റ് ഇൻ ദ സെൻസ് ഞാൻ ഒരു റിവ്യൂ കണ്ടിട്ടില്ല കേട്ടോ. റിവ്യൂ കാണാതാണ് ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. എനിക്ക് FTFS പടം കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പോയിട്ടാണ് ലേറ്റായ റിവ്യൂ. ഒരു വലിയ താരനിര തന്നെ ഉണ്ട്. ഭയങ്കര ലാർജ് സ്കെയിലിൽ എടുത്ത സിനിമയാണ്. നല്ല ബജറ്റുണ്ട്. ഗീതു മോഹൻദാസ് ആണ് ഡയറക്ടർ, യശ് ആണ് നായകൻ. എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹോപ്പായിരുന്നു. അതിൻ്റെ ഒരു കുറേ വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എസ്പെഷ്യലി ഇതിൻ്റെ യങ് യാഷിൻ്റെ പെർഫോമൻസ് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഈ പടത്തിനകത്ത് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ഈ പടത്തിൻ്റെ ഓവറോൾ എൻ്റെ അഭിപ്രായം, മൈ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഈ പടത്തിനകത്ത് യാഷിൻ്റെ 2 റോൾ, അതായത് യാഷ് മൂന്ന് റോൾ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കുറച്ച് നമ്മുടെ യങ് ആയിട്ടുള്ള യാഷ്, കുറച്ച് പ്രായമായിട്ടുള്ള യാഷ്, പിന്നെ തീരെ യങ് ആയിട്ടുള്ള യാഷ്. അതായത് നമ്മൾ ഡബിൾ കണ്ടല്ലോ ഇതിനകത്ത്, ഡബിൾ റോൾ. അത് യാഷിൻ്റെ മകനായിട്ട് തന്നെയാണ് ഉള്ളത്. നമുക്ക് മനസ്സിലായി ഡാഡി മോൻ പ്രോബ്ലം ആണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് ഡാഡി മോൻ പ്രോബ്ലം അല്ല, ഇതൊരു അവിഹിതത്തിൻ്റെ പ്രശ്നമാണ്. ഹിതവും അവിഹിതവും തമ്മിലുള്ള ഒരു പ്രശ്നം, അത് കാരണം ഉണ്ടായ ഒരു വലിയ കലാപമാണ് ഈ സിനിമ എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, പോസിറ്റീവ് എന്ന് പറഞ്ഞു വരുമ്പോൾ യാഷിൻ്റെ 2 റോളും കൊള്ളാം, അതിൽ യാഷിൻ്റെ അഭിനയം കൊള്ളാം, യാഷിൻ്റെ പെർഫോമൻസ്, സ്ക്രീൻ സ്പേസ്, ഇതെല്ലാം നല്ലതാണ്. പിന്നെ ഓരോ വ്യക്തികളെ ഇതിനകത്തുള്ള ക്യാരക്ടറിനെ പോർട്രേ ചെയ്തേക്കുന്ന രീതി, അല്ലാതെ അവരെ ബിൽഡ് ചെയ്തേക്കുന്ന രീതിയൊക്കെ നല്ലതാണ് കേട്ടോ. ഗീതു മോഹൻദാസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതായത് യാഷിൻ്റെ ഈ കഥാപാത്രം, ഇതിൽ നായക കഥാപാത്രം രായൻ എന്ന് പറഞ്ഞ നായക കഥാപാത്രം ആക്ച്വലി ഭയങ്കര ഓവർ ദ ടോപ്പ് ഓഫ് ഹീറോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ കുറേ സാധനങ്ങളും സീനുകളും ഫൈറ്റ്സും ഒക്കെ നമുക്ക് അതേപോലെ ഫീൽ ചെയ്യുമെങ്കിൽ പോലും പുള്ളീനെ ഒരു മാസ്കുലിനിറ്റി ഒരു പീക്കായിട്ടാണ് ഇതിനകത്ത് ചിത്രീകരിച്ചേക്കുന്നത്. അതാണ് സംഭവം. ഭീഷ്മർക്ക് ഞാൻ പറയാതെ മരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇയാൾ സ്വയമേ മരിക്കാൻ സമ്മതിക്കാതെ, അതായത് ഇയാൾ സ്വയമേ തോക്കാതെ, ഇയാൾ തോക്കില്ല എന്ന് പോലെ, അല്ലെങ്കിൽ ഇയാളെ സ്വന്തം കൺസ്യൂം ചെയ്യുന്നത് എന്താണ്, ഇയാളെ അങ്ങനെ ആർക്കും തോപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇയാളെ തോപ്പിക്കുന്നത് ഇയാൾ തന്നെയാണെന്നുള്ളൊരു സാധനമാണ് ഇത് മോഹൻദാസ് ഇതുവഴി പറഞ്ഞു തരാൻ ശ്രമിച്ചേക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് ആക്ച്വലി ഈസ് ഗുഡ്. ക്ലൈമാക്സ് നല്ലതാണ്. ക്ലൈമാക്സിൽ നമ്മൾ ഓക്കെ കൊള്ളാം, വണ്ടടിക്കും. പക്ഷേ എങ്കിൽ പോലും അത്രയും സമയം ഈ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി നമ്മളവിടെ പിടിച്ചിരുത്താൻ എൻ്റെ പൊന്നെ ഇത് ചേച്ചി അവരാതായി പോയി. അത്രയും സമയം നമ്മളെ ഈ ഒരു ക്ലൈമാക്സിന് വേണ്ടി മാത്രം ഇത്രയും സമയം നമ്മൾ സഹിച്ചു. എനിക്ക് തലവേദന എടുത്തോട്ടെ പല സ്ഥലങ്ങളിലും. എന്നാലും ഞാൻ നല്ല കാര്യങ്ങൾ പറയാം. എനിക്ക് നയൻതാര ഗംഗ എന്നുള്ള കഥാപാത്രം നയൻതാര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നയൻതാരയുടെ ലുക്ക്, പ്രസൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ കിയാര അദ്വാനി ആക്ച്വലി ഷീസ് ബ്യൂട്ടിഫുൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് കിയാരനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. രുക്മിണിയുണ്ട്, അക്ഷയ് ഒബ്രോയ്, പിന്നെ ഒരുപാട് സുദേവ് നായർ ഭാഗ്യത്തിന് ഈ പടത്തിനകത്ത് വില്ലനല്ലേ. അത് ഞാൻ പറയാം. അത് പറയേണ്ട കാര്യം എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു വന്നു. സാധാരണ എല്ലാ പടത്തിലും സൈഡ് റോളിൽ വന്ന് നിന്നിട്ട് ഡയലോഗൊന്നുമില്ല, 2 ഡയലോഗേ ഉള്ളൂ. പക്ഷേ നായകൻ്റെ കൂടെയാണ് ഉള്ളത്. ഒരു സമാധാനം, അല്ലെങ്കിൽ അപ്പം തന്നെ വന്ന് ആരെങ്കിലും വെട്ടുകൊണ്ട് ചാവുന്നതാണ്. ഇതിനകത്ത് എന്തായാലും കുറച്ച് സമയം ഉണ്ട്. ത്രൂ ഔട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ രവി ബസൂറിൻ്റെ മ്യൂസിക് ഇംപ്രസീവ് അല്ല ആക്ച്വലി. എനിക്ക് ചില സ്ഥലങ്ങളിലെ സ്കോർ നല്ലതാണ്. ഇപ്പം ക്ലൈമാക്സിലും അല്ലെങ്കിൽ യാഷിൻ്റെ യങ് കഥാപാത്രം വരുന്ന സമയത്ത് സ്കോറും ക്ലൈമാക്സ്, ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ആക്ച്വലി നല്ലത്. ക്ലൈമാക്സ് മാത്രം നിങ്ങളെടുത്ത് കണ്ടാൽ പോലും നിങ്ങൾക്ക് ക്ലൈമാക്സ് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് ഈ സിനിമ ഇത്രയും ബിൽഡ് ചെയ്ത് വന്നേക്കുന്ന പോലും ഈ ക്ലൈമാക്സിന് വേണ്ടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. അത് മാത്രം കൊള്ളാം. അല്ലാതെ ആക്ച്വലി ഈ സിനിമയ്ക്കകത്ത് നമ്മളെ വെടി, പുക, ഫാൻസി കാസ്, പൈസ, ഡ്രഗ്സ്, പെണ്ണ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഈ ഒരു ഫെയറി ടൈലാണെന്ന് ഗീതു മോഹൻദാസ് പറഞ്ഞ പോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചുമ്മയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഒന്നും തോന്നില്ല, നമുക്കൊരു ഫീൽ ഇല്ല. ഇത് ചുമ്മാ ആയിരുന്നു. ഇപ്പോൾ ഇയാൾ ഭയങ്കര ഗ്യാങ്സ്റ്ററാണ്, അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇയാളെ കണ്ടാൽ തന്നെ വളയണമെന്നുണ്ടോ? ഏത് പെണ്ണ് കണ്ടാലും ഇയാളുടെ തന്നെ സെറ്റ് ആവുകയാണ്. അതായത് ഇതിനകത്ത് റായൻ എന്നുള്ള കഥാപാത്രത്തിന് ഒരു ഭാര്യ ഉണ്ട്. ആ ഭാര്യയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ വേറൊരു പ്രണയം ഉണ്ടാകുന്നു. ആ പ്രണയത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പറഞ്ഞ ഒരു അവിഹിത കഥയാണ് ആക്ച്വലി ടോക്സിക്. സ്ത്രീകളെ ഇതിനകത്ത് ചുമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിഷ്യലി ഈ സിനിമ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ കുറേ വെടിയും പുകയൊക്കെ ഉണ്ട്. ഈ വെടിയും പുകയൊക്കെ ഒരു ബന്ധമില്ലാതെ എന്തിനാണ് നമുക്ക് മനസ്സിലാവില്ല. ചുമ്മാ വരുന്ന വെടി വയ്ക്കുന്നു, ബോംബ് എറിയുന്നു, ചുമ്മാ വരുന്നു ഡാൻസ് കളിക്കുന്നു, പാട്ട്, ചുമ്മാ വരുന്നു കാസിനോ, ചുമ്മാ വരുന്നു സ്ലോ മോഷൻ, ക്ലാസ് വയ്ക്കുന്നു. ഈ ഒരു സാധനം ഇങ്ങനെ ഉണ്ട്. അതൊരു പർപ്പസിന് വേണ്ടിയാണ് എടുത്തിരുന്നത്. ആക്ച്വലി ഈ സിനിമ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അടിപൊളി വേറൊരു ലെവലിലോട്ട് പോയതിനെ സിനിമ. പക്ഷേ ഇത് ഗീതു മോഹൻദാസ് നല്ലൊരു ഫിലിം മേക്കറാണ്. അവർക്ക് സിനിമ എടുക്കാൻ അറിയാം. പക്ഷേ ഇത് പാളിപ്പോയി. ഇതിനകത്ത് എഴുത്തിലാണ് പ്രശ്നം വന്നത്. എഴുത്ത് ത്രൂ ഔട്ട് ഒരു പേസ് കീപ്പ് ചെയ്യാൻ ഇവർക്ക് പറ്റിയില്ല. അത് അവസാനം ആ ക്ലൈമാക്സ് മാത്രം അവർ നല്ലപോലെ നമ്മളൊന്ന് ചിന്തിക്കുന്ന രീതിയിൽ അത് എന്ത് കൊള്ളാം. അത് എൻ്റെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ ഞെരുവിരിയെ കൊണ്ട് ഇത് എന്തോന്ന് സാധനം, ഇനി 1 മണിക്കൂർ
സഹിക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ അവസാനം ക്ലൈമാക്സ് രംഗെത്തിയപ്പോൾ ആക്ച്വലി കുറച്ച് സമയത്തേക്കൊന്ന് സൈലൻ്റായി അതിലൊന്ന് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു ബിൽഡിന് വേണ്ടി മാത്രം ഇത്രയും സമയം ഇരുന്ന് സിനിമ കാണാൻ വേർത്തല്ല എന്നാണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഈ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ പടം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ഈ പടത്തിനകത്ത് കുറേ ഭാഗങ്ങൾ അവിടെ ഇവിടെ കുറേ സാധനങ്ങളും നല്ല യാഷിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, നിങ്ങൾക്ക് ഒരു പൊളി സാധനം, കുറേ ഗ്യാങ്സ്റ്റർ ടൈപ്പ് ഓഫ് മൂവീസ്. എനിക്ക് ഇങ്ങനത്തെ ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ ഭയങ്കര ഓവർ ദ ടോപ്പ് ഓഫ് സാധനങ്ങളൊക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ആളാണ്. പേഴ്സണലി പ്രതീക്ഷിച്ച പോലെ അല്ല വന്നത്. ട്രിം ചെയ്ത് ഈ പടം കുറച്ചുകൂടെ ട്രിം ചെയ്ത് ആവശ്യമുള്ള കുറേ സീനുകൾ കട്ട് ചെയ്തിട്ട് ഒരു ഡ്യൂറേഷൻ കുറച്ച് നിങ്ങൾ ഒന്നുകൂടി ഒരു 2 മണിക്കൂറോ നിങ്ങൾക്ക് ഒരു മിനിറ്റ് 1 മണിക്കൂർ 50 സെക്കൻഡ് അത്രേ ഉള്ളൂ ഈ പടം ചെയ്യാനായിട്ട്. വലിച്ചു നീട്ടിയാണ് ഇത്രയും സമയം. അതൊക്കെ എടുത്ത് കളഞ്ഞ് നിങ്ങൾ ഇറക്കുമെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ചുകൂടി ആസ്വാദകമായിരിക്കും ഈ പടം. അങ്ങനെ ഇത്രയും സമയം ഇത് ഭയങ്കര അൺസഹിക്കപ്പെടാണ്. ഇത്രയും സമയം ഇരുന്ന് കണ്ടിട്ട് ഈ ഒരു ക്ലൈമാക്സിന് വേണ്ടി ഭയങ്കര ഇതിപ്പോൾ ഏതെങ്കിലും റിവ്യൂ ഇതിൻ്റെ ഏതെങ്കിലും സിനിമ ടീമുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇങ്ങനത്തെ സിനിമകൾ നിങ്ങൾ ഇത്രയും വലിച്ചിട്ടത് ഇന്ന് കട്ട് ചെയ്തിട്ട് OTT-യിലെങ്കിലും വരുമ്പോൾ കട്ട് ചെയ്തിട്ട് ഇറക്കിയ കുറച്ചുകൂടി രസമായിരിക്കും. ആൾക്കാർ ചിലപ്പോൾ അഭിപ്രായം കുറച്ച് നന്നായിട്ട് പറയാൻ സാധ്യതയുണ്ട്. നമുക്ക് തലവേദന എടുക്കും. ഭയങ്കര സൗണ്ടും അതും ഇതും മറ്റെല്ലാം കൂടെ ഒന്ന് ഇരുന്ന് കണ്ട് അതാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ഇട്ടതുള്ള പ്രശ്നമാണ്. പിന്നെ ഫൈറ്റ്സ് ത്രൂ ഔട്ടുള്ള ഫൈറ്റ്സ് അല്ല, ചില ഫൈറ്റ്സ് ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ നല്ലതാണ്. യാഷിൻ്റെ ചെറുപ്പകാലമായിട്ട് വരുന്ന യാഷായിട്ട് വരുന്ന ആ സാധനം അത് നല്ലതാണ്. ആ സമയത്തുള്ള യാഷിൻ്റെ അഭിനയം, യാഷിൻ്റെ പെർഫോമൻസ്, ഡയലോഗ്സ് ഒക്കെ നല്ലതാണ്. ഇനി ഡയലോഗ്സിൻ്റെ കാര്യം ഞാൻ പറയണേ, മലയാളമാണ് ഞാൻ കണ്ടത് കേട്ടോ. മലയാളത്തിൽ ഡയലോഗ് ആരുടെ എഴുതിയത്? എന്തൊന്നും നാടകീയമായ ഡയലോഗ്സിനകത്ത് ഭയങ്കര നാടകീയത. ഡയലോഗ്സ് ഒക്കെ ഭയങ്കര നാടകീയത കേട്ടോ. അതായത് എനിക്ക് തെലുങ്കിലോ തമിഴ് കണ്ടാൽ എനിക്ക് ഇത്ര ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മലയാളമാണ് കണ്ടത്. ഒടുക്കത്തെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സാധനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കടയിൽ പോയി ഒരു ചായ വാങ്ങണമെങ്കിൽ അവിടെ ഒരു ഫിലോസഫി അടിക്കും. ആ രീതിക്ക് ഡയലോഗ്സ്. ഇത്ര ഫിലോസഫി എന്തിനാണ് ഈ സംസാരിക്കുന്നതിനൊക്കെ? സാധാരണ സംസാരിച്ചാൽ പോലും എന്തോ ഒരു വലിയ ബിൽഡപ്പ് കൊണ്ടുവരികയാണ്. അതായത് ഈ ഇവിടെ ഗ്യാങ്സ്റ്റർ സെറ്റപ്പൊക്കെ ഭയങ്കര സെറ്റപ്പാണെന്നാൽ ബിൽഡപ്പിന് വേണ്ടി എല്ലാം ഇങ്ങനെ ബിൽഡപ്പ് ആക്കണോ? സംസാരിക്കുമ്പോഴും ബിൽഡപ്പ് ആക്കണോ? ഓൾറെഡി ഇത് 18+ ആണ് ഈ പടം. വൾഗർ ലാംഗ്വേജസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്ന തൈര് എന്നുള്ള വാക്കൊക്കെ ഇത്രയും വലിയ സ്ക്രീനിൽ മലയാളത്തിൽ ഡബ് ചെയ്ത് എന്തോന്ന് ഡയലോഗൊക്കെ ഇടയിൽ അതൊക്കെ എഴുതി വെച്ചേക്കണത്. അതൊക്കെ തൊലിഞ്ഞ കുറേ ഡയലോഗ്സ് ഉണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്ന ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഈ പടം വർക്കാവാൻ സാധ്യതയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ട്രിം ചെയ്ത് OTT-യിൽ ഇറക്കിയ മേ ബി ഇതിന് നല്ലൊരു അഭിപ്രായം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ റിവ്യൂ ഇനി വേണം പോയി കാണാൻ. റിവ്യൂവിൽ എല്ലാവരും തംബ്നെയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കത് നെഗറ്റീവാണ് എല്ലാവരും ഇട്ടേക്കുന്നത്. യഷിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യഷിൻ്റെ കുറച്ച് നല്ല പെർഫോമൻസ് കാണാം, യഷിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാം. അതിന് വേണ്ടി നിങ്ങൾ പോയിരുന്ന ക്ലൈമാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതല്ലാതെ ഈ പടത്തിനകത്ത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കുന്നതും വെടിയും പുകയൊക്കെ കാണാം. അല്ലാതെ വേറെ ഒന്നുമില്ല പടത്തിനകത്ത്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. രവി ബാസൂറിൻ്റെ മ്യൂസിക് കുറച്ചുകൂടെ ഒക്കെ നല്ല ആക്കായിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി ബെറ്റർ ആയേനെ. ഒരു മെയിൽ കഥാപാത്രത്തിൻ്റെ പീക്ക് ഇൻറ്റൻസിറ്റി കാണിക്കാനാണ് സത്യം പറഞ്ഞാൽ അവർ ഇതിനകത്ത് ഈ സ്ത്രീകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലാത്ത പക്ഷേ ഇതിനകത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ചില സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്കാവേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ആക്ച്വലി വർക്കായില്ല. ആ സിനിമയുടെ ഒരു ലെങ്തും എഴച്ചിലും കൊണ്ടാണ് ഇതിനകത്ത് നയൻതാരയുടെ ചെറുപ്പകാലം കാണിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി പാസമാണ് സാധനം. അതായത് അമ്മ പാസം അല്ലെങ്കിൽ ഇത് ചേച്ചി പാസം അത്രേ ഉള്ളൂ. പക്ഷെ ആ പാസം ആക്ച്വലി നല്ല രീതിയിൽ ആ കുറേ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വന്നേനെ. പക്ഷെ അത് സെറ്റ് ആയില്ല. അങ്ങ് ഈ KGF കണ്ടു കിടക്കുന്നതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അതേ സാധനം അടിക്കും. KGF സലാറൊക്കെ കണ്ടുകൊണ്ട് അവർ കുറേ സാധനങ്ങൾ ഇങ്ങനെ അടിക്കും. ഇതൊരു ആ സ്റ്റൈൽ തന്നെ ഉള്ളൊരു പടമാണ് കേട്ടോ. ഇതും അതേ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇത് മേക്കിംഗ് ചെറിയ രീതിയിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റൽ വരുത്തി കഴിഞ്ഞാൽ ഈ പടം KGF-ഉം സലാറൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ നല്ലൊരു വർക്കാവേണ്ട കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വർക്കാവാതെ പോയത് കൊണ്ട് ഐ എം വെരി ഡിസപ്പോയിൻറ്റ്. എവിടെയൊക്കെയോ നല്ല സാധനങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്, നല്ല സീനുകളുണ്ട്, നല്ല ഷോട്ടുകളുണ്ട്. സിനിമാറ്റോഗ്രാഫി രാജീവ് രവിയാണ്, അത് നല്ലതായിരുന്നു. ഇത് മോഹൻദാസിനെ കൊണ്ട് ഇനി നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എഴുതി തള്ളാറായിട്ടില്ല അവരെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമ കണ്ട് ഇതിൻ്റെ ടെക്നിക്കാലിറ്റിയും പല കാര്യങ്ങളും കാണുമ്പോൾ അത് എഴുതി തള്ളാറായിട്ടില്ല. കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ലെങ്തൊക്കെ കുറച്ചിട്ടുള്ളവരെ കുറച്ചുകൂടി നല്ലൊരു സിനിമ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് കാണാനുള്ള വിധിയും ഉണ്ടാവട്ടെ. ഇതിനൊരു 5-ൽ 3.2 ഒക്കെ വേണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് കൊടുക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരി ഗൈസ്, പറ്റുമെങ്കിൽ നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണും, അല്ലെങ്കിൽ OTT പോയി കാണും. സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും സിനിമ അങ്ങനെ കണ്ടാലേ അവർക്ക് വിജയിക്കും. അവർ ഇത്രയും നാളത്തെ എഫേർട്ടാണ് പടത്തിൻ്റെ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും ഒപ്പീനിയൻ വരുന്നത്. ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയും വീണ്ടും കാണാം. അതുവരേക്കും